Depression, believe me, is a major psychiatric illness. Suicide is a definite possibility there. മനസ്സെന്ന് പറയുന്ന സംഭവം എവിടെയായിരിക്കുന്നത്? Is it inside the brain? I wish I know. നമ്മൾ നിത്യം പരിചയപ്പെടുന്ന ആൾക്കാരിൽ ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് ഈ ഓട്ടിസത്തിൻ്റെ ഒരു വകഭേദമായ അസ്പെർഗർ സിൻഡ്രോം ഉണ്ട്. വിധി ആണോ വിശ്വാസം? Call it by any name, it is a predetermined affair. 90% of the headaches are plain, simple, tension headache. എൻ്റെ സാലറി അന്ന് 110 രൂപയായിരുന്നു. ഞാൻ DM പഠിക്കുന്ന കാലത്ത് ഡൽഹിയിൽ എൻ്റെ ശമ്പളം 330 രൂപയായിരുന്നു. ഡോക്ടർ ആദ്യം ഒരിക്കലും ഡോക്ടർ ആവാൻ പ്ലാൻ ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ എഴുത്തുകാരനാവണം അല്ലെങ്കിൽ ടെക്നോക്രാറ്റ് ആവണം എന്ന് വിചാരിച്ച് നടന്നിരുന്ന സമയത്ത് വള്ളത്തോളിന്റെ കൂടെ വീട്ടിലൊരു അസ്ട്രോളജർ വരികയും കൈ നോക്കുകയും, അതെന്താ സംഭവം? അച്ഛനെ ആ വീട് നിങ്ങളാരും കണ്ടില്ല. അത് കേരളത്തിലെ സകലമാന എഡിറ്റേഴ്സും സകലമാന ആൾക്കാരും വരുന്നതാണ്. നിങ്ങളെല്ലാം പുസ്തകത്തിൽ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള വള്ളത്തോൾ, പി കുഞ്ഞിരാമൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, ഇവരെല്ലാം വരുമായിരുന്നു. ഈ അന്നത്തെ എഴുത്തുകാരൊക്കെ ശരിക്കും പാവങ്ങളായിരുന്നു. വള്ളത്തോൾ വല്ലപ്പോഴും വരുമായിരുന്നു. വള്ളത്തോളിൻ്റെ കൂട്ടത്തിൽ ഒരു ജ്യോതിഷി വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുകുട്ടി എന്നെ വായി നോക്കി എന്ന് പറഞ്ഞേ എന്നെ വിളിച്ചു, കുഞ്ഞിനെ വന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് ഞാൻ 2 കൈയും കൂടെ കൂട്ടി ചോദിച്ചു, നിനക്ക് എന്താകാനാണ് കുഞ്ഞെ ഇഷ്ടം? അപ്പോൾ അമ്മയുടെ ആൾക്കാരുടെ ആ ഒരു പ്രൗഢി, സാമ്പത്തികമായ പ്രൗഢി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ചേട്ടൻ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാക്ടീഷണേഴ്സ് ഇൻ ട്രിവാൻഡ്രമായിരുന്നു, കേശവൻ നായർ. ആ ജടയെല്ലാം കണ്ട് ഞാനൊരു എൻജിനീയർ ആകാൻ പോവാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എൻജിനീയറായിരുന്നു. ഇങ്ങനെ കുറേ നേരം നോക്കി വെച്ചു കഴിഞ്ഞാൽ, പിന്നെ നീ ഒരിക്കലും എൻജിനീയർ ആകില്ലല്ലോ, ഒരിക്കലും ആകില്ല, നീ ഒരു ഡോക്ടറാവുന്നു. എനിക്ക് കുറച്ച് ഈർഷ്യ തോന്നുകയും ചെയ്തു. അന്ന് അതിൻ്റെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ പറ്റി. ജ്യോതിഷത്തിൽ വിശ്വാസം വന്നോ? എനിക്ക് ജ്യോതിഷത്തിൽ ഞാൻ അവിടെയൊന്നും പോകാറില്ല. വിശ്വാസമില്ല, വിശ്വാസക്കേടുമില്ല. പോകാത്തതെന്ന് വെച്ചാൽ വെറുതെ പേടിക്കുന്നതിനാണ്. നമുക്ക് സംഭവിക്കാനുള്ളതെല്ലാം ഉറപ്പായിട്ട് ഒരു വ്യത്യാസം വരാതെ സംഭവിച്ചിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പോഴേ അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അത് വിധി ആണോ വിശ്വാസം? Call it by any name, it is a predetermined affair. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. എനിക്കത് വിളിക്കാൻ ഇഷ്ടം ജെനറ്റിക്സെന്നും എപ്പിജെനറ്റിക്സെന്നും ഉള്ള സാധനമാണ്. അച്ഛൻ 85-ലാണ് പോയത്, അമ്മ 87. അപ്പോൾ എനിക്കറിയാം, ഞാനും ഒരു എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞ ആളാണ്. 85 കഴിഞ്ഞു. അത് ജെനറ്റിക്സ്. ഈ എപ്പിജെനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഭവിക്കുന്ന, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും. ജെനറ്റിക്സിനെ മാറ്റിമറിക്കാൻ വരെ പ്രാപ്തമാണ്. ഈ രണ്ടുമാണ്. കോൾ ഇറ്റ് ബൈ എനി നെയിം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഈ നേച്ചറും നേച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസമാണല്ലോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ജീൻസ് മാറും. ജീൻസ് അല്ല മാറുന്നു. ഉദാഹരണം, ജെനറ്റിക്സ് അനുസരിച്ച് ഞാനൊരു 95 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരു ടെലോമിയറൊക്കെ ഉള്ള ആളാണെന്ന് വെച്ചോളൂ. ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്യും, നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും. ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്റിനെ കൊണ്ട് ഇടിക്കണമെന്ന് വെച്ചാൽ ഇടിച്ചത് തന്നെ. അവിടെയാണ് നമുക്ക്
ജീവിതം മുഴുവനും അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഞാൻ പഠിച്ച ശാസ്ത്രം, വൈദ്യം, അതിൽ ഒരെണ്ണം പോലും പ്രഡിക്റ്റബിൾ എന്ന് പറയാനൊക്കെയല്ല. കാര്യം ഞാനൊരു ബേസിക്കലി ഒരു ക്ലിനീഷ്യനാണ്, പിന്നെ ടീച്ചർ. അതായത് ഞങ്ങൾ 100% തട്ടിപ്പോകുന്ന വെച്ച് അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ കോൾ ഇറ്റ് ബൈ എനി നെയിം അഗെയിൻ, പ്രാർത്ഥന, ദൈവനമ്പൻ, കരുണ, ഹെൽപ്പ് എന്ന് വേണമെങ്കിലും വിളിച്ചോളൂ, സുന്ദരമായിട്ടൊരു പോകാറുണ്ട്. ജനറ്റിക്കലി ഇത് ഓൾറെഡി നമ്മൾ വെദർ വി ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഒരു നമ്മുടെ പരിപാടി എന്നൊക്കെ 3500 മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ഇവൻറ്റ്സ്, അത് മോഡിഫൈ ചെയ്യുന്ന ജീൻസാണ്. അത് പലതരത്തിൽ ഇത് ചെയ്യും. യാതൊരു ബന്ധവുമില്ലാത്ത 2 പേരിൽ അമ്മയുടെയും അച്ഛൻ്റെയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീൻസ് സാമാന്യഗതിയിൽ ഒരുമാതിരിപ്പെട്ട കേടെല്ലാം അത് കൺട്രോൾ ചെയ്യും. ഒരാളുടെ നിന്ന് കിട്ടുന്ന കേടെല്ലാം, അമ്മയുടെ നിന്ന് കിട്ടുന്ന കേടെല്ലാം അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന അമ്മയുടെ നിന്നും ഒക്കെ അങ്ങ് സപ്രസ് ചെയ്ത് പോകും. നമ്മുടെയൊക്കെ ഈ ജനനം, ജീവിതം എന്നൊക്കെ വെച്ചാൽ പരമ അത്ഭുതമാണ്. നമ്മളൊക്കെ നമ്മളായി നിൽക്കുന്നത്. അത് ഞാൻ ന്യൂറോളജി പറയുമ്പോൾ അതിൻ്റെ കണക്കുകൾ പറഞ്ഞുതരാം, പക്ഷേ ഇത് സത്യമാണ്. അതായത് ടോട്ടൽ അൺപ്രഡിക്റ്റബിലിറ്റി അവിടെ വരുമ്പോഴാണ് ഈ ഡോക്ടർമാർ എന്നുള്ള സംഭവം വരുന്നത്. ഇപ്പോൾ ഉള്ള പിള്ളേരെ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളൊക്കെ പണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു കുലപതി എന്ന് പറയാൻ പറ്റുന്ന വില്യം ഓസ്ലോ എന്നൊരു ചങ്ങാതിയാണ്. അയാൾ പറഞ്ഞതാണ് സത്യം. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ യു ഷുഡ് സ്റ്റാൻഡ് ലൈക്ക് എ പ്രൊമോണ്ടറി ഇൻ ദ സീ. അതായത് ഒരു ആഴിക്ക് നടുവിൽ ഒരു കരിങ്കിൽ തൂണ് പോലെ നിങ്ങളങ്ങ് നിൽക്കണം. The waves will come and dash against you and try to hit you down. അചഞ്ചലനായിട്ട് ഇങ്ങനെ നിൽക്കുക. കുറേ കഴിയുമ്പോൾ the waves will fall down in your feet to die. അങ്ങനെ നിൽക്കുക എന്ന് വെച്ചാൽ അതിന് ഒരുപാട് ട്രെയിനിങ് വേണം. ഒരുപാട് ട്രെയിനിങ് വേണം. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ ദഹിക്കുന്ന ന്യൂസല്ല. ഒരു 13 കൊല്ലം 14 കൊല്ലം മെനക്കെടണം. കണക്ക് പറയാം. ഒരു 4 കൊല്ലം MBBS, ഒരു 1-2 കൊല്ലം ഹൗസ് സയൻസ് ഇവിടെ നിന്നുള്ള പരിപാടി, അത് കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം MD. അപ്പോൾ 5 ഉം 3 8 ഉം 3 11 പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയ വെച്ച് ഞങ്ങളുടെ ആ ഘട്ടം തൊട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത്. അതുകൊണ്ടാകുമ്പോൾ ഒരു 15 കൊല്ലം ഈസിലി. പിന്നെ നേരെ തിരിച്ച് ചാവുന്ന ആ സെക്കൻഡ് വരെ പഠിച്ചേ പറ്റും. മെഡിസിൻ വേണമെങ്കിൽ. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഞ്ചിവിറ്റിയുടെ എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? എന്താണ് ലോഞ്ചിവിറ്റി? നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും നന്ന ഒരുമാതിരി ആയുർവേദക്കാരാണ് സുന്ദരമായിട്ടത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊന്നിനോടും വലിയ ആർത്തിയൊന്നും കാണിക്കണ്ട. കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. രണ്ടാം സംഗതി, ഈ വലിയ പൊസിഷനിലെത്തി എന്ന് പറയുന്ന ആളും റോഡിൽ ഒന്നും കിട്ടാതെ നടക്കുന്ന പാവം ദരിദ്രനും
ഉറപ്പായിട്ട് പോകും ഇല്ലേ? അപ്പോൾ നമ്മൾ ഈ മെനക്കെട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. 2, മര്യാദ. ഭയങ്കര പ്രയാസം. ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആയുർവേദമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഫിലോസഫി, എൻ്റെ പ്രാക്ടിക്കാലിറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുമില്ല. അവരുടെ ഒരു നല്ല വാക്കുണ്ട്, അതി സർവത്ര വർജയിൽ എന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഈ കൂടുതൽ വലിച്ചു വരി തിന്നാതിരിക്കുക, മര്യാദയ്ക്ക് ഇല്ല, നേരത്തെ ഉറങ്ങുക, ഒരുപാട് ഉറങ്ങാതിരിക്കുക, എന്താണ് വലിയ ആസക്തി ഒന്നിൽ വരുന്നത് കാര്യമില്ല, ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരെണ്ണവും വേണ്ട, അതിസർവത്ര വർദ്ധയിൽ നിന്നാണ് അവർ പറയുന്നത്. എല്ലാത്തിൻ്റെയും ഈ ഒരുപാട് കൂടുതൽ വേണ്ട, അത് മാറ്റിയതേ. ശരിക്കും പറയണമെങ്കിൽ ഐ എം 85. ഞാൻ നേരത്തെ പറഞ്ഞ വരാനുള്ള വഴി തങ്ങയല്ല. ഒരു 83 വയസ്സ് വരെ ഭയങ്കര ഭള്ളായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോഴാലോചിക്കുമ്പോൾ ഡയബറ്റിക് അല്ല, ഹൈപ്പർ ടെൻസീവ് അല്ല, ഹൈപ്പർ ലൈപ്പിഡീമിക് അല്ല, ഒരു ചുക്കുമില്ല. പിന്നെ ഒരുപാട് കറങ്ങാൻ പോവുകയായിരുന്നു, ബോത്ത് ഇൻസൈഡ് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഞാനത് പറയുമ്പോഴും സാറ് സൂപ്പർ സ്പെഷ്യാലിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന്, ന്യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നവരാണ്. അപ്പം ഇപ്പോൾ ഉള്ള ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഈ നമ്മളുടെ ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഫോക്കസ്ഡ് ആയി മാറിയതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ഒരു നോക്കൂ, നന്മയുണ്ട്, നന്മക്കേടുമുണ്ട്. നന്മക്കേട് എന്ന് വെച്ചാൽ പണ്ട് സാധാരണ നമുക്ക് എല്ലാവരുടെയും, പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും എന്തെങ്കിലും വല്ലായ്മയുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറെ ചെന്ന് കാണും. അവരുടെ ഡോക്ടർ കരുണാപൂർവ്വം ഒരു അരമണിക്കൂറെല്ലാം നോക്കിയിട്ട് മിക്കവാറും 90% ഓഫ് ഇൽനെസ്സും എന്താണ് ഒന്നുമില്ലാത്തായിരിക്കും. നല്ല വാക്കും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടും. അതിന് പകരം ഇപ്പം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്ക് ഒരു ദേഹത്തൊരു തേമലുണ്ട്, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു തലവേദനയുണ്ട്, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടേ പറ്റൂ. 90% of the headaches are plain, simple tension headache-ആണ്. നമുക്ക് ഓരോരോ ദിവസവും വന്ന് ചാടുന്ന ടെൻഷൻസ് ഏത് വശത്തുനിന്ന് വരുന്നു എന്നൊന്നും പറയാനൊക്കില്ല. ഇത് മുഴുവൻ നമ്മുടെ ഉള്ളിൽ ആവാഹിച്ചാണെന്നാൽ തലവേദന വരും. 90% തലവേദനയും തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക്, ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക് എന്നതാണ്. ഒരു 10% മാത്രമേ ഉള്ളൂ ഈ മൈഗ്രെയിൻ തന്നെയും വരുന്നത്. 10 20 15 അങ്ങേറ്റം. മൈഗ്രെയിന് പ്രത്യേകിച്ച് പറഞ്ഞ പേഷ്യൻസ് themselves know, they know when it is going to come, they know the aura, അത് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രഡിക്ഷൻ അവർക്കറിയാം. കണ്ണിൻ്റെ മുന്നിൽ മങ്ങല കെടുപടി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു വശം കൊടുക്കുന്ന ഒട്ടുക്കത്തെ തലവേദന ലാസ്റ്റ് ഫോർ എ ഫ്യൂ hours. കഷ്ടകാലമാണെങ്കിൽ ഒരു ദിവസം വരെ അല്ലെങ്കിൽ 1.5 ദിവസം വരെ അസലായിട്ട് 1-2 തവണ ഛർദ്ദിക്കും, അപ്പോൾ തന്നെ പോവും. അത് ദേ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. ഒരു അഡolescence പീരിയഡ് തൊട്ട് തുടങ്ങുന്നതാണ്. അവർക്ക് ദേ-നോ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു ഇല്ലാത്ത ഒരാൾക്കൊരു തലവേദന അബ്രപ്റ്റായിട്ട് തുടങ്ങുക, അത് ഡിസ്റ്റർബ്സ് ദ ഹോൾ ലോട്ട് ഓഫ് ഡെയിലി സൈക്കിൾ എന്നൊക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ആലോചിക്കേണ്ടത്. അതൊരു മൈനോറിറ്റിയാണ്. ഇപ്പം പറ്റുന്നതെന്നറിയോ, ഈ ടെൻഷൻ വാസ്കുലർ ഹെഡേക്കിന് ഞങ്ങളെ വന്ന് കാണുന്നതായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഹെഡേക്ക് പേഷ്യൻസിൽ ദ വാസ്റ്റ് മെജോറിറ്റി വാസ് സിമ്പിൾ ടെൻഷൻ ഹെഡേക്ക്.
ബ്രെയിൻ ട്യൂമേഴ്സ് വരാറില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് വരുമ്പോഴത്തേക്കും ദേ നോ, അവർ ദ മോമെൻറ്റ് ദേ വാക്ക് ഇൻ ടു ദ റൂം വി നോ വെൽ ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ഷുഡ് ബി ലിറ്റിൽ മോർ കെയർഫുൾ. അത് കിട്ടിക്കഴിഞ്ഞു. അതും കോൾ ഇറ്റ് ബൈ എനി നെയിം, called by intuition, called by this one. The very facial appearance tells, look, this is something which is a bit odd, on the lookout. അത് നടക്കും. സർ, ഇത് ഈ പുതിയ കാലത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു സംഭവമായിരുന്നു, ഈ ഇടയ്ക്ക് കേട്ടിരുന്ന ഒരു സംഭവമായിരുന്നു, ഈ യങ് ഡോക്ടേഴ്സ് അവർക്ക് പലപ്പോഴും കിട്ടുന്ന സാലറിയും സ്റ്റൈപ്പൻറ്റും ഒക്കെ കുറവാണ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, എന്നെ പുഷ് ചെയ്ത് വല്ലതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ പട വഷളാകും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കത് വിശ്വസിക്കുകയുമില്ല. ഞാൻ MD പഠിക്കുന്ന കാലത്ത് കല്യാണം കഴിഞ്ഞ ആളാണ്. MD കയറിയ അക്കൊല്ലം എൻ്റെ സാലറി അന്ന് 110 രൂപയായിരുന്നു. ഞാൻ DM പഠിക്കുന്ന കാലത്ത് ഡൽഹിയിൽ എൻ്റെ ശമ്പളം 330 രൂപയായിരുന്നു. ഒരു എക്സാജറേഷൻ. ഇന്ന് MD ഹൗസ് ഏജൻസി കൊടുക്കുന്ന 10 എനിക്കറിഞ്ഞുണ്ട് എത്രയായിരിക്കും, 10,000 PG പഠിക്കുന്ന ആൾക്ക് നിശ്ചയം കിട്ടുന്ന സ്റ്റൈപ്പൻഡ് കൂടുതലായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഒരു 29-30 കൊല്ലം സർവീസിൽ ഞാൻ പിരിയുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ടേക്ക് ഹോം പേ 8,500 8,750 മറ്റായിരുന്നു. ഇന്ന് പ്രൊഫസർ ഗെറ്റ് സംവർ അബൌട്ട് 3 lakhs സംതിങ്. അന്ന് ഈ ലക്ഷങ്ങളൊക്കെ, അന്നല്ല ഇന്നും ഈ ലക്ഷങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മനസ്സിന് വൈക്ലഭ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു വൈക്ലഭ്യമില്ല, നത്തിങ്. ഇത് വലിയ പൊങ്ങച്ച എന്താണ്, എനിക്ക് 330 രൂപ കിട്ടിയുള്ളല്ലോ, ഘട്ടമായി പോയി ഒരു ഇതില്ല. I was happy. Honestly, I was happy. Now, when I got married of course, വീട്ടിലെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷെ സത്യം അതായത്, whom should I thank? The only person I should thank is my wife. അപ്പോൾ എന്നോടൊപ്പം she was working. നമ്മൾ തന്നെ നമ്മൾക്ക് ഒരാൾ വർക്ക് കൂടുകയാണെങ്കിൽ കാര്യം നടപ്പിൽ ഞാനിങ്ങനെ ഓടി അടയ്ക്കേണ്ട ഒരു ജോലിയാണ്. ഇന്നും ഞാൻ എനിക്ക് മാപ്പ് കൊടുക്കാത്ത സാധനം ഐ മേഡ് എ റിസൈൻ. ഒരക്ഷരം ഒരു വാക്ക് പോലും എതിര് പറയാതെ ഷീ റിസൈൻ ആൻഡ് ഐ ഷുഡ് താങ്ക്. അവർ എന്തായിരുന്നു ജോലി? ഷീ വാസ് ഇൻ ടീച്ചിങ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒരു പെൺകുട്ടിയും സമ്മതിക്കാത്ത, എന്ത് പേര് പറയണം, ത്യാഗം, അതൊന്നും പോരാ, അതിനേക്കാളും കൂടിയ വാക്ക് വേണം. ഡൽഹിയിൽ ഞങ്ങൾക്ക് ഇതായിരുന്നു, പ്രയാസമായിരുന്നു. 330 രൂപ ഡൽഹി. തിങ്ക് ഓഫ് ഇറ്റ്. അന്ന് ഡൽഹി one of the difficult places to live. ഒരു പ്രയാസം ഉണ്ടായില്ല. തിരിഞ്ഞ് നാലോക്കുമ്പോൾ അയ്യോ അത് കട്ടമായി പോകുന്നൊരു ഒന്നുമില്ല. വി ആർ ഹാപ്പി. കിട്ടുന്ന തൃപ്തിയായിട്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ മതി. സർ, നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഈ ഇൻറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഈ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെ ഗട്ട് ഫീലിങ്ങിന് ഡയഗ്നോസിസിൽ എത്രമാത്രം റോളുണ്ട് ഒരു ന്യൂറോളജിസ്റ്റിന്? ഈ ഇൻറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോളജിയിലേക്ക് ഞാൻ പോകാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. ദർ ആർ 2 ways of knowing. അത് കമ്പ്യൂട്ടറുകാരും പറയുന്ന സാധനമാണ്.
One is called bottom-up knowing. മറ്റേത് ടോപ്പ് ഡൗൺ knowing. ഈ അറിയുന്ന ഒരുത്തന് ടോപ്പ് ഡൗൺ ഫീലിംഗ്, ടോപ്പ് ഡൗൺ നോളജാണ് ഉണ്ടാകുക. ഒരു ലക്ഷോപലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ stacked already, ready to come and help. ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ആ പ്രീവിയസ് നോളജ് സമാഹരിച്ച് അരച്ച് കുറുക്കി ആ സമയത്ത് വരുന്ന ഒരു സാധനമാണ്. ഈ ഗട്ട് ഫീലിംഗ് തന്നെ, ദി പാസ്റ്റ് എക്സ്പീരിയൻസ് ഗൈഡ് യു ഫോർ ദിസ്. എല്ലാ ഫീൽഡിലും ഉദാഹരണം, യു ഗോ ആൻഡ് മീറ്റ് എ പേഴ്സൺ, അയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അയാൾ പറയുന്ന നല്ല സുന്ദരം നല്ല വാക്കാണെങ്കിൽ യു ഗെറ്റ് എ ഫീലിംഗ്. ഇവൻ എന്നെ ഒട്ടും വിശ്വസിച്ചുകൂടാവുന്ന യു മേ ഗെറ്റ് എ ഫീലിംഗ് ഇല്ലേ? യു മേ ബി റൈറ്റ്, ഫോർ ഓൾ യു നോ യു മേ ബി റൈറ്റ്. അടുത്ത് ചെല്ലുമ്പോൾ അറിയാം അവന് ഇത്തിരി പെശകാണെന്ന്. അതിൻ്റെ ഒരു കൂടിയ സാധനമേ ഉള്ളൂ. മെഡിസിൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ എംബ്രിയോളജി തൊട്ട് ക്ലിനിക്കൽ മെഡിസിൻ വരെയുള്ള സകലതും കൂടെ ഒരേ സമയത്തത് പെർക്കുലേറ്റ് ചെയ്ത് വരികയാണ്, വരണം. ഇപ്പോൾ ഉള്ള പ്രശ്നം എനിക്ക് അറിഞ്ഞുണ്ട്. കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ എന്താണ് പിള്ളേരെ കാണാതായിട്ട്. അവരുടെ മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാകാത്ത സാധനം കൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് തപ്പിയെടുത്തുന്ന പലതും ഇപ്പോൾ CT സ്കാനും MRIയും എല്ലാ കണ്ടുപിടിയും ഉണ്ടെങ്കിലേ അവർക്ക് പറ്റുന്നുള്ളൂ. റിസ്ക് ഒഴിവാക്കുന്നതുകൊണ്ടാണോ അതോ റിസ്ക് ഒഴിവാക്കുന്നതുകൊണ്ടാണോ അതോ പഠനത്തിൽ അത് അതാണ്. ഇറ്റ് ഹാസ് ബിക്കം ദ നോം നൗ. യു കാൺട്ട് എസ്കേപ്പ്, ജസ്റ്റ് കാൺട്ട് എസ്കേപ്പ്. ഇപ്പം ഞാൻ ഈ വയസ്സായ കാലത്ത് എനിക്ക് എന്തെങ്കിലും സുഖേട് ഉറപ്പായിട്ടുണ്ടാവും. ഐ ആം സ്കേർഡ്. എഴുതാനും പോവുകയാണെങ്കിൽ അവരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഐ വിൽ ചൂസ് മൈ ഡോക്ടർ ഓഫ് മൈ ചോയ്സ്. പതുക്കെ പോകുന്ന ആൾ. മറ്റേത് വേണോ? നിർബന്ധമായിട്ട് വേണം. ക്ലിനിക്കൽ മെഡിസിൻ എത്തിപ്പെടാനൊക്കാത്ത ആ നിലയിൽ ഇത് തപ്പിയെടുക്കും. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നിന്നാലോചിക്കുമ്പോൾ ഒരുപാട് എന്താണ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കടുപിടിയൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ കാലത്ത് എല്ലാവർക്കും പരമദരിദ്രമായിരുന്നു ഈ കേരളം, ഈ ലോകമെമ്പാടും. കേരളത്തിനേക്കാളും കേട്ടോ. എന്നാൽ തന്നെയും പുണ്യം എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് വെച്ചാൽ മുതൽ മെഡിസിൻ കയറി, അതല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അത് ഗൈഡ് ചെയ്തു. ഇത് വരുമ്പോഴത്തേക്കും ഈ ക്ലിനിക്കൽ മെഡിസിന് എത്ര ഷാർപ്പാണെങ്കിലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവരുടെ വിരൽ തുമ്പിൽ പറ്റും. എക്സ്പീരിയൻസ് ഇതിപ്പോൾ പബ്ലിക്കിന് വേണ്ടി ചോദിക്കുന്നതാണ്. എന്താണ് ഒരു നല്ല ഡോക്ടറിനെ മനസ്സിലാക്കാൻ അറിയാനുള്ള ഒരു ടിപ്പ് എന്താണ്? അങ്ങനെ ചോദിച്ചാൽ കറങ്ങി പോവുകയുള്ളൂ. ഇതൊരു ടിപ്പ്. പേരല്ല കാര്യം, അതിൻ്റെ പ്രശസ്തിയല്ല കാര്യം. ലോകത്തിലെ പല പല സംഗതികളും അൺഡിഫൈനബിളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പങ്ക് യാത്രയായിരുന്നു. ഒരുപാടിടത്ത് പോയിട്ടുണ്ട്. എനിക്കിഷ്ടം പല ഇഷ്ടങ്ങളുള്ളതെന്ന് ഈ ചിത്രങ്ങളൊക്കെ കാണാൻ പോകുന്നതുമായിരുന്നു. അതിലൊരു ചിത്രം ആരെടുക്കാൻ നമ്മുടെ മോണോലിസ തന്നെ എടുത്തേ.
ഞാൻ ചെന്ന് കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവൊന്നുമില്ല. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ മഹാവഷളായിട്ട് തോന്നുകയും ചെയ്യും. ഉദാഹരണം, പുരികം മുഴുവൻ പഠിച്ചു കളഞ്ഞ ഒരാളെ നിങ്ങൾ കണ്ട ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഒരിത്തിരി ഏങ്കോണിത്തെ ചിരിയുള്ള ഒരാളെ നിങ്ങൾ വേറെ കണ്ട ഇഷ്ടപ്പെടുകയല്ല, അല്ലേ? പക്ഷേ ഇൻ ടോട്ടാലിറ്റി വരുമ്പോൾ മോണോലിസ അവിടെ പിന്നെ കമ്പാരിസണൊന്നുമില്ല. ഈ വലിയ പേര് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ, ഒരുപാട് ബ്രില്യൻ്റായിട്ടുള്ള ചെക്കന്മാർ, പിള്ളേരുടെ സൈസ് ഒരുപാടുണ്ട്. വിശ്വസിക്കാൻ വയ്യാത്ത എബിലിറ്റിയുള്ള, ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം പ്രൗഡ്, exceedingly proud that I had so many students like that. അതുകൊണ്ട് 19 കൊല്ലം പഠിപ്പിച്ചില്ലേ, അപ്പോൾ വരുമ്പോഴത്തേക്കും ഐ നോ ദ കാലിബർ ആൻഡ് ദേ ആർ, ഒരു വാക്കും പറയാനില്ല, സിംപ്ലി ഗുഡ്. കാലിബർ എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡയഗ്നോസിസിനുള്ള കഴിവാണോ? ആദ്യത്തെ സ്റ്റേജ് ഒരിക്കൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന ദർ ഈസ് എ ഡെഫിനറ്റ് പ്രോട്ടോക്കോൾ ഫോർ ഇറ്റ്. അവിടെ വരുമ്പോഴാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. നിങ്ങളൊരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഒരാശുപത്രി പോവുകയാണെങ്കിൽ 5 കൊല്ലമൊന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ വരും. യു ആർ നോട്ട് ഗോയിങ് ടു ബി മെറ്റ് by a human doctor. You are going to see an AI doctor who will do a much better job. Much better job. കാര്യം ഇയാളുടെ ആ ഡേറ്റ അനാലിസിൻ്റെ കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബിലീവബിളാണ്. ദി ഗാദറിങ് ഓഫ് ദ ഡേറ്റ, അതിൻ്റെ സ്പീഡ് അപാരമാണ്. അത് ഫെമിലിയർ വിത്ത് ഇല്ലല്ല, ഗൂഗിൾ ജെമിനിയൊക്കെ നോക്കാറുണ്ടോ? യുനോ, അവരെ കൊണ്ട് എഴുതിക്കാൻ നോക്കേണ്ടത്, യു ആസ് സം ഡീറ്റെയിൽ. അതിന് അറിഞ്ഞൂടാന്ന് പറയുകയും ചെയ്യും. പക്ഷെ നേരെ തിരിച്ച് അത് തപ്പിയെടുക്കുന്ന ഇൻഫർമേഷൻ, ജനറ്റിക് ഡയഗ്നോസിസ് പറയും, ഇത് ക്രോമസോം 10 മറ്റേ ഇതുള്ള 14th ക്രോമസോമിൽ ഒരു അബറേഷൻ, ഇതെന്ന് വേണേൽ പറഞ്ഞു തരും. ഗ്യാസ്പ് ചെയ്തു പോവും. ബട്ട് ദ ട്രൂത്ത് ഈസ് ഇറ്റ് ക്യാൻ. അതാണ് അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് വരും. ഇത് ഭയാനകമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഉദാഹരണം, യുവൽ ഹറാരി പറയുന്ന മാതിരി നെക്സസിലോ മറ്റേ അൺസ്റ്റോപ്പബിളസിലോ അല്ലെങ്കിൽ എന്തുകൊണ്ടുമാണ് അയാളുടെ ഹോമോഡ്യൂസിലോ ഒക്കെ പറയുന്ന മാതിരി ഉള്ള ഒരു ഭീകരമായ ഒരു ഭാവിയാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. മില്യൺ കൊല്ലങ്ങൾ കൊണ്ട് പരിണമിച്ച സാധനങ്ങളെ ഇപ്പോൾ 5 കൊല്ലം 10 കൊല്ലം അല്ലെ 1 കൊല്ലത്തിനിടയിലെല്ലാം മാറ്റിയെടുക്കാൻ പ്രാപ്തമായ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ബ്രെയിനിൽ കണക്ട് ചെയ്ത ന്യൂറൽ ലിങ്ക് പോലുള്ള കമ്പനികൾ ബ്രെയിനിലെ കുഴപ്പങ്ങൾ ബ്രെയിനിൽ തന്നെ ഒരു പാർട്ടായിട്ട് മാറണം, ഒരു എക്സ്ട്രാ ബ്രെയിൻ ആയിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അതിന് നമ്മൾ അതിനെന്തെങ്കിലും ഒരു എത്തിക്കൽ പ്രശ്നമുണ്ടോ? ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറയണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ഫീൽഡാണ്, മനസ്സിലാവാത്തൊരു സാധനമാണ്. ഞാൻ ഐ ലവ് റൈറ്റിംഗ്. ഞാൻ ഒരെണ്ണം ഇത്രയും പ്രായമായതുകൊണ്ട് എനിക്ക് എഴുതാൻ കാലം പാടിയുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ പബ്ലിഷർ
ഒരാളിൻ്റെ എഴുതുന്ന പിന്നെ സാറേ നിർത്തികൾ എഴുതി സാറ് ഈ പറഞ്ഞു വന്ന ആ ടോപ്പിക്ക് ഞങ്ങൾക്ക് വേണമെന്ന്. AI ഈ എയുടെ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് വെച്ചാൽ അതിന് അറിഞ്ഞൂടാന്ന് പറയും. സിംഗപ്പൂരിലെ ഒരു കവി സമ്മേളനത്തിൽ അവരുടെ ഒരു കവി ഗീ ലീ സ്വീ എന്നാണ് അവൻ്റെ പേര്. അയാളുടെ റിലേഷൻ അടിച്ചറിഞ്ഞ അയാൾ പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ ഈ പണ്ടാരം എന്നെക്കാളും ബെറ്ററായ കവിത എഴുതുന്നു. കാര്യം അതിന് ലോകത്തെ ആദ്യത്തെ ലിഖിത രൂപമായ ഒരു സാധനം എന്ന് പറയുന്നത് എപ്പിക് ഓഫ് ഗിൽഗാമെഷ്. നമ്മുടെ വേദങ്ങളെല്ലാം മറ്റേ എടുക്കുകയാണെങ്കിൽ എപ്പിക് ഓഫ് ഗിൽഗാമെഷ് എന്നുള്ള സാധനമാണ്. മെസപ്പൊട്ടേമിയൻ ഒരു എപ്പിക്കാണ്. എപ്പിക് ഓഫ് ഗിൽഗാമെഷിനകത്ത് അത് തൊട്ട് ഇന്നലെ ഈ കഴിഞ്ഞ മിനിറ്റിൽ വന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്ന പോയട്രി അടക്കം അതിൻ്റെ ഗിസ്റ്റ് മുഴുവനും ഈ എഐക്ക് ഒരു സെക്കൻഡിടയ്ക്ക് ആവാഹിച്ച് അതിൽ നിന്ന് തപ്പിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐഡിയാസും ഏറ്റവും നല്ല ആ ഡിക്ഷനും തപ്പിയെടുത്ത് ഞാനെവിടെ അതെവിടെയെന്നാണ്. പക്ഷേ ഇതേ കാര്യം തന്നെയല്ലേ കാൾ യുങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ പറയുന്നത് ഇതേ കാര്യം തന്നെയല്ലേ? ആണ്. ഇനിയും വന്നിട്ട് ഈ കോൺഷ്യസ്നെസ് എന്നുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പിക്രി സാധനം. ആർ യു കോൺഷ്യസ്, ആർ യു നോട്ട് കോൺഷ്യസ്, ബസ് അത്രയേ ഉള്ളൂ. ഈ കോൺഷ്യസ്നെസ് ഞാൻ ഗ്ലാസ്ഗോയിൽ പഠിച്ചുകൊണ്ടിരുന്നതന്നെയാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വരുന്നത്. അതായത് തല തട്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഈസ് എന്താണ് അവൻ്റെ 4 സ്റ്റേജ് ഓഫ് ഡെപ്ത് ഓഫ് കോമ വരുന്നത്. അതല്ല കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് ഫോർ അസ് ദ സിമ്പിൾ ഡെഫിനേഷൻ നോയിങ് അത് സെൽഫ് ആൻഡ് ഈ സറൗണ്ടിങ്സിന് മാത്രമേ ഉള്ളൂ. അത് ഒരുമാതിരി തുക്കട ഡിഫൻസിനാണ്. അതല്ല കോൺഷ്യസ്നെസ്. അറിവ് എന്നുള്ളത് ഒന്ന്, ബോധം എന്നുള്ളത് വേറൊന്ന്. ബോധമില്ലാതെ അറിവ് ഉണ്ടാകുമെന്ന് വെച്ചാൽ യെസ്, അവിടെയാണ് എയ്ക്ക് അപാരമായ അറിവാണ്. മെഡിക്കൽ ഫീൽഡിൽ വരുമ്പം രോഗിക്ക് സൗഖ്യം കൊടുക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എത്രത്തോളം ഫിറ്റ് ആകും? ഇപ്പോൾ പോരാ, പക്ഷേ നാളെ ഉണ്ടായിക്കൂടാ നിർബന്ധമില്ല. ഒരു കണക്ക് പഠിപ്പിക്കുന്ന സാറ്, പേര് നിങ്ങൾക്കറിയാം, ലൂയി കരോൾ എന്നാണ് അയാളുടെ പേര്. അയാൾ പുസ്തകം ഇട്ടുണ്ട്, ആലിസ് ഇൻ വണ്ടർലാൻഡ്, കേട്ടിരിക്കുമല്ലോ. ഒരു കൊച്ചു പെൺകുട്ടിയെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി. ആ പെൺകുട്ടിയെ അവളുടെ കൂട്ടരെല്ലാം കൂട്ടി ഇയാൾ നടക്കാനൊക്കെ പോകുമ്പോഴാണ് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾ പറഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഇയാളുടെ മൈഗ്രെയിനെ കണ്ട വിഷൻ്റെ അബ്നോർമാലിറ്റീസാണ്. ഈ റാബിറ്റ് എന്താണ് ഇതിൽ വീഴുന്നതും അത് വലുതാകുന്നതും അത് ചെറുതാകുന്നതും അത് ചീട്ട് കൊട്ടാരങ്ങളായിട്ട് മാറുന്ന എല്ലാം മൈഗ്രെയിനിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പേരുണ്ട്, മാക്രോപ്സിയ വലുതായിട്ട് കാണുന്നതിന്, ചെറുതായി കാണുന്ന മൈക്രോപ്സിയ, എല്ലാം പേര് ടെലോപ്സിയ ദൂരെ മാറുന്ന. ശരിക്കും മെഡിസിൻ്റെ ആത്യന്തികമായ ഒരു സത്യമെന്ന് വെച്ചാൽ പഠിക്കാൻ ഇതിനേക്കാളും നല്ല ഒരു സബ്ജക്റ്റ് കുറവാണ്. സർ, ഈ പറഞ്ഞ റീസൺ കൊണ്ടാണ് മോസ്റ്റ് ആർട്ടിസ്റ്റ് വളരെ സൈക്കിക് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ആർട്ടിസ്റ്റ്, ഒരു മെജോറിറ്റി ഓഫ് ആർട്ടിസ്റ്റും സൈക്കിക് ആണ്, വളരെ ന്യൂറോട്ടിക് ആണ് എന്ന് പറയുന്നത് ഈ റീസൺ കൊണ്ടാണ്. ഇല്ല, കഴിഞ്ഞ പറഞ്ഞിട്ട് ഇത് എല്ലാവർക്കും എല്ലാം ഉണ്ടാവാം. സം ക്യാൻ ബി. ഒറ്റയാൾ മാത്രമേ ഉള്ളൂ എനിക്ക് വട്ടാണെന്ന് സമ്മതിച്ചുകൊണ്ട് വരച്ച സാൽവദോർ ദാലി. അയാൾ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര വട്ടാണ്,
ബാക്കിയുള്ളവർക്കെല്ലാം അത് ട്യൂൺഡ് അപ്പ് വിത്ത് ദാറ്റ്. പക്ഷെ അല്ലാത്തവരും ഉണ്ട്. ഉദാഹരണം പിക്കാസോ, അയാൾ വട്ടൊന്നുമില്ല, ബ്രില്യൻറ്റ്, ഡാസ്ലിംഗ് ബ്രില്യൻറ്റ്. സർ, ഇത് തിരിച്ച് ഈ ന്യൂറോട്ടിക് ആകുന്നത് ക്രിയേറ്റിവിറ്റിയെ ട്രിഗർ ചെയ്യാറുണ്ട്. അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഐ വിൽ ഗിവ് യു എ ലിറ്റിൽ എക്സ്പ്ലനേഷൻ. നമ്മൾ അഹങ്കരിക്കുന്നത് നമ്മളെല്ലാം നോർമലാണെന്നാണ്. ഓക്കെ, ഫൈൻ. ഒരു ബേസിക്കായിട്ടുള്ള ഒരു പരിപാടി എന്താണ് നോർമൽസി എന്ന് വെച്ചാൽ, ഇഫ് യു ടേക്ക് ദി ജനറൽ പോപ്പുലേഷൻ, അവരുടെ ഒരു സാധനം ഒരു കുംഭം പോലെയാണ്, ഒരു വലിയ കുടം. താഴത്തെ മട്ടം ബിലോ നോർമൽ, ഒരു മണ്ടൻ, മന്ദബുദ്ധി എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ. ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള വാക്കുകളെ ഉപയോഗിക്കാവൂ, എനിക്കറിഞ്ഞൂടാ. അതായത് പോരാത്തവർ. ഈ കുംഭം എന്ന് വെച്ചാൽ വലിപ്പമുള്ള സാധനം, നമ്മളെല്ലാം അതാണ് നോർമൽ. ഈ നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് അല്ല എന്നൊരു പൊതുബോധ്യം ഉണ്ട്. ഭയങ്കരമായിട്ട് തെറ്റ്. നമ്മളിലും ഇൻഹറൻറ്റ് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ക്രിയേറ്റിവിറ്റി എന്നാ പറയുക, ലിറ്റിൽ സീസ് എന്നാണ് പറയുന്നത്, ലിറ്റിൽ ക്രിയേറ്റീവ്. ആ ലിറ്റിൽ ക്രിയേറ്റീവ്, ഉദാഹരണം, ഇന്ന് അടുക്കളയിൽ കൂട്ടാൻ വയ്ക്കാൻ മലക്കറിയൊന്നുമില്ല, പറമ്പിലിറങ്ങിപ്പോകുന്നു, കുറേ മുരിങ്ങയില പറിച്ചുകൊണ്ട് വരുന്നു, അല്ലേ വല്ല ചേമ്പിൻ്റെ ആളിൻ്റെ എന്തെങ്കിലും ഉണ്ടാകും പറിച്ചുകൊണ്ട് വരുന്നു, കൂട്ടാനുണ്ടാക്കുന്നു. ദാറ്റ് ഈസ് എ ക്രിയേറ്റീവ് ഫെയർ. അതിൽ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഈ പണ്ടാരം എൻ്റെ ട്യൂബെല്ലാം കൂടെ വലിച്ചു പറിച്ച് കഴിഞ്ഞാൽ റീഫിക്സ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. ഡോക്ടർ, ഇപ്പോൾ അബ്നോർമാലിറ്റി പറ്റി സംസാരിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളുടെ നമ്പേഴ്സ് ഒരുപാട് കൂടി വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടുതൽ ഇൻക്രീസിൻ്റെ റീസൺസ് എന്താകാം? ഒന്ന്, ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് ഒരുപാട് കൂടി. ഈ ഓട്ടിസം എന്ന് വെച്ചാൽ ഒരു സുഖേടല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നും പറഞ്ഞ് കുറേ എണ്ണമുണ്ട്. അതിൽ നമ്മൾ നിത്യം പരിചയപ്പെടുന്ന ആൾക്കാരിൽ ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് ഈ ഓട്ടിസത്തിൻ്റെ ഒരു വകഭേദമായ അസ്പെർഗർ സിൻഡ്രോം ഉണ്ട്. നിങ്ങളുടെ ഓഫീസിലുണ്ടാവും, പേരൊന്നും പറയണ്ട, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാൽ മതി. കൃത്യം രാവിലെ നല്ല അസലായിട്ട് ഒരു ചുളുക്ക് പോലും ഇല്ലാത്ത ഷർട്ട് വിട്ട് മിണ്ടാതെ പതുങ്ങി വന്ന് സീറ്റിൽ വന്ന് അവരെ ഏൽപ്പിച്ച ജോലി മുഴുവനും വേറൊരാളുടെ മുഖത്തോട്ട് പോലും നോക്കാതെ കുത്തിയിരുന്ന് എഴുതി ഭദ്രമാക്കി വാച്ച് നോക്കി കൃത്യം 1 മണിയാകുമ്പോൾ എണീറ്റ് പോയി ലഞ്ച് കഴിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വെള്ളവും എല്ലാം കുടിച്ച് പാത്രമെല്ലാം കഴുകി തിരിച്ചു വന്ന് വീണ്ടും ഇരുന്ന് കൃത്യം 5 മണിക്ക് ആരെന്ത് പറഞ്ഞാലും തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പോക്ക് പോകുന്ന ആൾക്കാരെ നിങ്ങളുടെ ഓഫീസിലും കാണും, ഇല്ലേ? ഒരുപാട് പേര് കാണും, ആണും പെണ്ണിലും കാണും. ഈ ഡോണ്ട് തിങ്ക് ദറ്റ് ഈ ഓട്ടിസം ഒരു ഇതാണെന്ന്. അത് ഇറ്റ് ഈസ്, ദേ ക്യാൻ ബി പ്രഷ്യസ്. കാര്യം, ഞാൻ ഓട്ടിസത്തിനെ പറ്റി ഒരുപാട് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഒരുപാട് ഓട്ടിസ്റ്റിക് പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നതാണ്. ഞാൻ പറയുന്നത്, ഐ ആം ബ്ലസ്ഡ് ടു ഹാവ് വൺ തിങ്.
ഞാൻ കണ്ട ഓട്ടിസ്റ്റിക് ആൾക്കാരിൽ ഒരു നല്ല പങ്ക് ആയിക്കൂടായിരുന്നു, പക്ഷെ കിട്ടിയത് സവാങ്സ് ആയിരുന്നു. സ്പെല്ല് ചെയ്യുന്ന SAVANTS എന്നാണ് സവാങ്. ഈ ഓട്ടിസ്റ്റിക് സവാങ്സ് എന്ന് വെച്ചാൽ അവർക്ക് ആദ്യതായ കപ്പാസിറ്റിയാണ്. ഈ ആദ്യതായ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാവും ആരോടും മിണ്ടാതെ. അവരുടെ ഏറ്റവും വലിയ സാധനം ദേ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി ദേ ജസ്റ്റ് ഡോണ്ട് വോണ്ട് എനിബഡി എൽസ് ടു കം എനിവെയർ നിയർ ദം. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, അവരുടേതായ സാധനം. അതിനകത്തോട്ട് വേറൊരാൾ കയറി വരികയാണെങ്കിൽ അവർ വലിച്ച് കീറി കൊന്ന് കുഴ വിളിക്കും. വേറെ അവർ ചെയ്യുന്നത്, ഉദാഹരണം അവരുടെ ചുമ്മാ നോക്കുമ്പോൾ നിങ്ങൾ പട്ടികർക്ക് എന്തോ ഇന്ന് പാവയും വെച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പാവ വെച്ചുകൊണ്ടിരിക്കില്ല, എൻ്റെ മുന്നേ കൂടെ പോകുന്ന പഴുതാരയ്ക്ക് എത്ര കാലുണ്ട്, അല്ലെ അട്ടയ്ക്ക് എത്ര കാലുണ്ടെന്ന് എണ്ണ കഴിഞ്ഞിരിക്കും. അവൻ വരുന്ന കണക്ക് ശരിയായിരിക്കും. നിങ്ങൾ തട്ടിക്കൊന്ന് എൻ്റെ കാലിലെണ്ണാണ് ഇവൻ പറഞ്ഞാൽ കൃത്യമായത് തന്നെയായിരിക്കും. അല്ലെ ഈ ഓട്ടിസ്റ്റിക് ആൾക്കാർ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇതിനകത്ത് 10 പറ നെല്ല് വിളയുന്ന പാടമാണെന്ന് 10 പറയേ നേരിക്കുള്ളൂ. അല്ലെ ഒരു റബ്ബർ ഇതിനകത്ത് കയറി ചെന്ന് കഴിഞ്ഞിട്ട് എത്ര 450 മരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തോരിക്കും 450 മരം ആയിരിക്കും. അതാണ് സവാങ്. ഈ സവാങ്സുകാർക്ക് ഒരുപാട് പേര് ഇതുണ്ട്. അവർക്ക് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ തത്ത് പോലെ അങ്ങ് വരയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം, ഒരു പുണ്യം എന്തോ എൻ്റെ കൂട്ടത്തിലുണ്ട്. അതിലൊന്ന്, ഇതിനെക്കുറിച്ച് ആദ്യമായി ഈ മെഡിസിൻകാർ കൊണ്ടുവരുന്നതിന് മുമ്പേക്ക് ഒരുപാട് എഴുതിയിട്ടുള്ളത് ഒരു ഡോക്ടർ റൈറ്ററാണ്, ഓളിവർ സാക്സ്. കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഈ പാമ്പ് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു ആൾക്ക് ഇയാൾ ക്ലാസ്മേറ്റ് ആയിരുന്നെന്നോ ഇയാൾ ചങ്ങാതിയായിരുന്നെന്നോ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ തരാൻ പാട്. എൻ്റെ രൂപം കൊണ്ടടിക്കുകയായിരിക്കുന്നു. അല്ല, ദിസ് ഗൈ വാസ് ക്ലോസ് ടു മീ, വെരി ക്ലോസ് ടു മീ. ഫോർ ദാറ്റ് മാറ്റർ ആ ഗ്രൂപ്പിലുള്ള കുറേ പേര് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ആദ്യത്തെ സ്റ്റഡീസാണ് മെഡിസിൻ എപ്പോഴും കിടക്കിയ സാധനം. ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്നു, ഈ അവൻ കുത്തിയിരുന്ന് വരയ്ക്കുന്നു. വരച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവസാനത്തെ തൂണിൻ്റെ അടിയിലുള്ള തുരുമ്പെടുത്ത ഭാഗം വരെ അവൻ വരച്ച് വയ്ക്കുകയാണ് അകത്ത്. സോ ഡോണ്ട് അണ്ടർ റേറ്റ് ഓട്ടിസം ഇൻ എനി വേ. ഫോട്ടോഗ്രാഫി മെമ്മറി ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരണമെന്ന് ഇല്ല, അല്ലാതെയും വരാം. ഡോക്ടർ, ഈ ഓട്ടിസം സ്പെക്ട്രത്തിൽ തന്നെ ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിയോ കഴിവുകളോ ഒന്നും ഇല്ലാത്തതും ഭയങ്കര വയലന്റ് ആയിട്ടുള്ളവരും മെജോറിറ്റി ബിലോങ്സ് ടു ദ വയലന്റ് കാറ്റഗറി. വയലന്റ് അല്ല, അവർക്ക് അവരുടേതായ സ്വം ലോകം, അതിനകത്തോട്ട് വേറൊരാളെ കയറാൻ സമ്മതിക്കുകയല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ? അതാ എന്റെ ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ടാണ് ഓട്ടിസം കൂടുന്നു? എനിക്കങ്ങോട്ട് എഗ്രി ചെയ്യാൻ പാടാണ് കുട്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ now we are more aware of such a thing. അത്രയുള്ളോ? അത് മാത്രമേ ഉള്ളൂ. കാരണം ചോദിക്കാൻ കാരണം ഡോക്ടർ, ഈ പലരും ലൈഫ് സ്റ്റൈൽ ഓഫ് പാരൻസും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് പല എന്താ പറയുക വളരെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സത്യമല്ല എന്ന് പറയാൻ പാട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ they have their methods of study and they say. ഇപ്പോൾ ആൾക്കാർ പറയുകയാണ് നമ്മൾ ഈ പഴയ പരിചിതമായ ചോറും സാമ്പാറും ഒക്കെ കളഞ്ഞിട്ട് മറ്റേ ഇത് കഴിക്കുന്നുണ്ടാണ്, മീറ്റ് ഒരുപാട് കഴിക്കുന്നുണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫാക്ട്, സമ്മതിച്ചു. ബട്ട് വെൻ യു ട്രൈ ടു ലിങ്ക് ഇറ്റ് വിത്ത് another one, there may be statistical correlation, but then it need not be right. സാർ, അതിനോട് ചേർത്തൊരു സംഭവം കൂടെ ചോദിക്കുകയാണ്. ഈ ഓട്ടിസ്റ്റിക് മാത്രമല്ല, ഈ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിലും കേരളത്തിലെ കുട്ടികൾക്കിടയിൽ, അതായത് ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഒരു റൈസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ഇപ്പൊ ജനിച്ചു വീണ കുട്ടികൾക്കിടയിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പോസിബിളാണ്. ഈ നമ്മൾ സൈക്കോപാത്സ് അല്ലെങ്കിൽ ഡീവിയൻസ് എന്ന് പറയുന്ന ഡീവിയൻസ് അല്ലെങ്കിൽ സൈക്കോപാത്സ്, അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണോ? At the moment again, ഈ പ്രൈമറി സൈക്കാട്രിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻ സ്ട്രീം മെഡിസിനിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും വരും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ബി എ പാർട്ട് ഓഫ് എ ലാർജ് സ്പെക്ട്രം ഓഫ് ദി സയൻസ് കോൾഡ് ന്യൂറോ സൈക്യാട്രി. അവിടെ വരുമ്പോഴത്തേക്കും ഈ സാധനം ഒക്കെ അതിൻ്റെ ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയും. അത് ബീറ്റ് സ്കിസോഫ്രീനിയ, ബീറ്റ് ഡിപ്രഷൻ, ബീറ്റ് ഇപ്പം തന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പിള്ളേരെ കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. എൻ്റെ തൊഴിലിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകാറുണ്ട്. പ്രത്യേകിച്ച് US-ലാണെങ്കിൽ ഒരു നല്ല പങ്ക് സൈക്യാട്രി പിള്ളേർ ദേ ആർ നൗ ഡൂയിങ് ഹാർഡ് കോർ ന്യൂറോളജി റിസർച്ച്. ഉദാഹരണം, പണ്ട് ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ ചെന്നത് തന്നെ മാർഗമൊന്നുമില്ല, ഒരു കാര്യം ചെയ്ത് കൂട്ടുകൂടിയൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയും. അതിന് പകരം മിക്കവാറും പേര് ചെയ്യുന്നതെന്ന് അറിയുമോ, ദേ ബിക്കം ഡ്രഗ് അഡിക്ട്സ്. അതിൻ്റെ പോയി. ഡിപ്രഷൻ, believe me, it is a major psychiatric illness. It can kill because suicide is a definite possibility there. Now, ഇപ്പോൾ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ മെയിൻ സ്ട്രീം ന്യൂറോളജിയിലേക്ക് വരുന്നതിൻ്റെ ഗുണം. ഇപ്പോൾ SSRIs എന്നൊരു ഗ്രൂപ്പ് മരുന്നുകളുണ്ട്, അല്ലെ NSI എന്ന ഗ്രൂപ്പ് മരുന്നുകളുണ്ട്. ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വേണ്ട, 2-3 ദിവസത്തിനിടയിൽ ആ പരിപാടി മാറിക്കഴിഞ്ഞു. സിറട്ടോണിൻ എന്നൊരു കെമിക്കലാണ്. ഇവിടെ വരുമ്പോഴാണ് ഈ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. ഈ മെയിൻ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഫാർമസി കമ്പനീസാണ്. അവരുടെ താല്പര്യങ്ങൾ ഒരുപാട് വരും. എന്നാലും ദി എമൗണ്ട് ഓഫ് വർക്ക് വിച്ച് ദേ ഡു ആൻഡ് ദി റിസൾട്ട്. ഉദാഹരണം, ദേ ഫൗണ്ട് ഔട്ട് നമുക്ക് 2 തരം കെമിക്കൽസാണ് ബ്രെയിനുള്ളത്. ഒരു ഗ്രൂപ്പിനെ പറയുന്നത് ഏഞ്ചൽസ് കോക്ടെയിൽസ് എന്ന് പറയുന്നത്, മറ്റേ ഗ്രൂപ്പിനെ പറയുന്നത് ഡെവിൾസ് കോക്ടെയിൽസ്. ഏഞ്ചൽസ് കോക്ടെയിൽസിൽ 2-3 എണ്ണം. അതിൽ ഏറ്റവും പ്രധാനം ഡോപ്പമിൻ, which will make you happy, which will make you contented, which will make you sort of satisfied. The second one is serotonin, by which you are forced to become happy. You are in resonance with your surrounding, you are happy. Third one, oxytocin, the one which will make you love others. അമ്മമാരിലാണ് സ്ത്രീകൾക്കാണ് അത് കൂടുതൽ പ്രധാനം. They will make it better attached to the babies, better attached to society, oxytocin. In contrast with that, you have a devil's cocktail on the other side, which will make you angry, which will make you sort of devil-like. വലിച്ചു കയറാൻ തോന്നും. നോർപെപ്പിൻ, ആഡ്രിനലിൻ തുടങ്ങിയ സാധനങ്ങൾ. ഇത് ഫാർമസിക്കാർ വരുന്നത് അവരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ സിറട്ടോണിൻ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ ഈ ഡിപ്രഷൻ അങ്ങ് പോയി ചെയ്യുന്നത്.
അവർ സീറോട്ടോണിൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ സീറോട്ടോണിൻ മറ്റേ ഫുഡിലുണ്ട്, ചീരയുടെ തണ്ടിലുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും ഏൽക്കുകയില്ല. ഇതങ്ങനെയൊന്നുമല്ല. ആ സീറോട്ടോണിൻ നശിപ്പിച്ച് കളയുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈമിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു. SSRI എന്ന് വെച്ചാൽ സ്പെസിഫിക് സീറോട്ടോണിൻ റിസപ്റ്റർ ഇൻഹിബിറ്റർ എന്നാണ്. അതായത് ഈ സീറോട്ടോണിൻ ഒഴിയെ കൂടെ പോകുന്ന സീറോട്ടോണിനെയൊക്കെ വിളിച്ച് വരുത്തി അതിനെ പൊട്ടിച്ച് കൈ കൊടുക്കുന്നതിന് പകരം ആ റിസപ്റ്റേഴ്സിനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സീറോട്ടോണിൻ ലെവൽ പൊങ്ങിയിരിക്കും. യു ആർ റിലീവ്ഡ് ഓഫ് യുവർ ഡിപ്രഷൻ. തിയറിയാണോ? ഒരിക്കലല്ല. ഞങ്ങൾ നിത്യം ദിവസവും കൊടുക്കുന്ന മരുന്നുകളിലൊന്നാണ് SSRI. മെയിൻ സ്ട്രീം മെഡിസിനിലേക്ക് സൈക്യാട്രി വരും. എൻ്റെ അടുത്ത ഒരു ന്യൂറോളജിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഭാഗ്യത്തിൻ്റെ കൂടുതലുകൊണ്ട് I had to study psychiatry, of course, part of neurology. Psychiatry പഠിപ്പിക്കേണ്ടി വരും. ഈ ബിഹേവിയറിന്റെ കാര്യത്തിൽ ഈ ഡോപ്പാമിന്റെയും അഡ്രിനാലിന്റെയും ഒരു റോള് പറഞ്ഞു. സോ ഈ ഡീവിയൻ ബിഹേവിയർ എന്ന് പറയുന്നത് അതൊരു ജനറ്റിക് ഫാക്ടർ കൊണ്ടാണ് വരുന്നത്. മീൻസ് അത് ഓൾറെഡി ഉണ്ട്. ആ ജനറ്റിക് ഫാക്ടർ ചിലതെല്ലാം മഹാവശമുള്ള ഉദാഹരണം Y ക്രോമസോമിൽ എന്തെങ്കിലും വശക്കേടായിട്ടുണ്ട്. Y എന്ന് വെച്ചാൽ the one gene which will make you sort of a male. അതിനകത്തൊരു ശകലം പ്രശ്നമുണ്ടെങ്കിൽ യു ബിക്കം എ വെരി വയലന്റ്, വെരി ഡയബോളിക് പേഴ്സൺ. So you can't actually blame the person for the deviant behavior. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചകഞ്ഞു നോക്കുകയാണെങ്കിൽ യെസ്, ഒരു നല്ല പങ്ക് യെസ് വരും. ഞങ്ങളുടെ കാലത്ത് ചകഞ്ഞു നോക്കാൻ ഈ ജീനോം സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇഫ് യു ചെക്ക് യെസ്. സർ, അതേപോലെ ഡോപ്പമിൻ ഏഞ്ചൽസ് കോക്ടെയിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഡോപ്പമിന്റെ ഇൻക്രീസും വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. യെസ്, യു സെഡ് ഇറ്റ് റൈറ്റ്. It can make you crazy. Yeah, exactly. Totally crazy. Again, you push me to tell the old stories. That is, ഈ ഒളിവർ സാക്സിൻ്റെ ഒരു പുസ്തകമുണ്ട്, എവേക്കനിങ്. അവിടെ തൊട്ടാണ് ഞങ്ങളുടെ ഞാൻ അയാളുടെ പുസ്തകം വായിച്ചാണ് തുടങ്ങിയത്. എന്നെക്കാളും വൈദ്യവേ അയാളുടെ കണ്ടംപററി ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ സംഗതി ശരിയാണ്. പക്ഷേ ഈസ് ഓൾഡർ ദാൻ മീ ബൈ അബൌട്ട് 9 years. UK അയാളുടെ പ്രാണനം കൊണ്ട് ഓടി അയാൾ തിരിച്ച് UK വരേണ്ട ഒരു കാര്യം വന്നു. ആ സമയത്താണ് ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നു ഈ ഡോപ്പമിൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ദ ഫസ്റ്റ് ഡിസൈനഡ് ഡ്രഗ് ഇൻ ദി എൻറ്റയർ വേൾഡ് ഓഫ് മെഡിസിൻ ഈസ് ഡോപ്പമിൻ. ഡിസൈനഡ് ഡ്രഗ്, ഒരു സൂക്കേടിന് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയ മരുന്ന് ഡോപ്പമിനാണ് ആദ്യം. ഇത് ടെസ്റ്റ് ചെയ്തത് അന്ന് ഇന്ത്യയിൽ ഒരൊറ്റ സെൻറ്ററിൽ ടെസ്റ്റ് ചെയ്യാൻ ഇത് കൊടുത്തുള്ളൂ, ഓർഡർ കൊടുത്തുള്ളൂ. ദാറ്റ് ഇസ് ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ആൻഡ് I വാസ് ദ രജിസ്ട്രാർ ഇൻ ചാർജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അതിൽ ചോദിക്കും ഈ ഡോപ്പമിൻ അന്ന് മില്ലിഗ്രാമല്ല ഗ്രാം കണക്കിന് കൊടുക്കണം. 4 to 7 grams. ഈ ചാവാൻ കിടക്കുന്ന തളർന്ന് കിടക്കുന്ന ആൾക്കാർ ഇടി വിഴിഞ്ഞതുപോലെ ചാടി എണീക്കുന്ന ഒരു സാധനം വരുന്നു ഈ ഡോപ്പമിൻ കഴിച്ചാൽ. ദോസ് ഓഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സീയിങ് ഫിലിംസ്, ഈ ഒളിവർ സാക്സിൻ്റെ എവേക്കനിങ് ഈസ് അവൈലബിൾ ഫിലിം. അതിനകത്ത് കണ്ടിട്ടുണ്ടോ? ഇത് അങ്ങനെയാണ് അത് പറഞ്ഞ സത്യം. ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞ് അയാൾ കിടക്കുന്ന വടി ചത്ത പോലെ കിടക്കുന്ന ആൾക്കാരെ എണീച്ച് നടക്കുകയും ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തും. പക്ഷേ ഒരു 2-3 ഗ്രാം കഴിയുമ്പോൾ ഇവർ തൊഴുത് വന്ന് ഇനി തരരുത്, ഇനി താങ്ങാൻ വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they start vomiting, they start all sorts of things. Second one, ഇതിൻ്റെ ഡോസ് ശകലം കൂടുമ്പോൾ they go crazy. ഈ ഡോപ്പമിന് 3 pathway ഉണ്ട്. ഒന്ന്, ഈ
നൈഗ്രോ നിയോസ്ട്രാറ്റൽ പാത്വേ എന്നുള്ളതാണ് ഈ പാർക്കിൻസോണിസത്തിന് ഉള്ള പാത്വേ. പക്ഷേ ഇത് ബ്രെയിനിൻ്റെ മുന്നേ കൂടെ പോകുന്ന മീസോലിംബിക് പാത്വേ ഉണ്ട്. അതിലൊരു ലേശം കൂടിക്കഴിഞ്ഞാൽ ദേ ഗോ അട്ടർലി ക്രേസി. ഇതൊക്കെ നല്ലൊരു വാക്കുണ്ട്, അസിധാര എന്ന് കേട്ടിട്ടുണ്ടോ? റേസസ് എഡ്ജ്. സോമസെറ്റ് മോഹൻ ഒരാളെ കേട്ടിട്ടുണ്ടോ? റൈറ്റ്. അയാളൊരു 1ാം കട പുസ്തകമാണ് ഓൺ റേസസ് എഡ്ജ്. എഴുതിയത് തിരുവനന്തപുരത്ത് നിന്നറിയാമോ സോമസെറ്റ് മോഹൻ ആ പുസ്തകം എഴുതിയത്? ഇല്ല, ന്യൂസ് ടിവിയോ? ഓക്കെ. നിങ്ങൾ കഥ കാച്ചുന്നല്ലേ? കാച്ചിക്കോ, ഇത് പറഞ്ഞുതരാം. Somerset Maugham did come to Kerala to see his guru, who was in Thiruvananthapuram. He was a police officer, retired from service, and changed his name to some Atmananda Guru or something like that. അങ്ങൊരു വരുന്ന അയാളാണ് ഉപനിഷത്തിലെ ഒരു വാക്ക് അസിധാര എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലോട്ടേക്ക് തന്നെ റേസസ് എഡ്ജ്. അപ്പോൾ ഉപനിഷത്തിൽ ഇത് പറയുന്നത്, കുഞ്ഞെ ഇതിലേക്ക് നീ നടന്നു കയറുന്ന വഴി അസിധാരയിൽ കൂടെ നടക്കുന്ന പോലെയാണ്. അതായത് എഡ്ജ് ഓഫ് എ സോഡ്, നല്ല മൂർച്ചയുള്ള വാളിൻ്റെ പുറത്തൂടെ നടക്കുന്ന അസിധാര. നല്ല സർ, രണ്ടാമത്തെ സംശയം ചോദിക്കട്ടെ. എല്ലാ ന്യൂറോളജിസ്റ്റും ചരിത്രകാലം മുതലേ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ മനസ്സെന്ന് പറയുന്ന സംഭവം എവിടെയായിരിക്കുന്നത്? Is it inside the brain? I wish I know. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സംഭവം ഉണ്ട് എന്നുള്ളത് ആർക്കും ഇല്ല. ദ തിങ് ഈസ്, അഗെയിൻ ഒരു കഥ കൂടെ പറഞ്ഞുതരാം. യു പുഷ് മീ ടു ടെൽ ദ സ്റ്റോറി, ദാറ്റ് ഇസ് എ പ്രോബ്ലം. എനിവേ, ദി സർജൻ ഹു ഡിഡ് nearly 1,000 brain surgery in one of the greatest hospitals in the world was an American who was not given any facilities, so he went to Canada and started the MNI, one of the greatest institutions of neurological sciences in the world, Montreal Neurological Institute. അയാൾ 1000 സർജറി കഴിഞ്ഞതിന് ശേഷം അയാൾ അവസാനം പിരിഞ്ഞെന്നേ അയാൾ പറഞ്ഞ ഒരു സങ്കടമുണ്ട്. ഹാവിങ് ഡൺ ദിസ് മച്ച്, അയാളാണ് ആൾക്കാരുടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ പാട്ട് കേൾപ്പിച്ചതും പാട്ട് പാടിച്ചതും പാട്ട് ഓർമ്മിപ്പിച്ചതും ഓർമ്മ കളഞ്ഞതും എല്ലാം അയാളാണ്. After having done this much of thing, I do not know where the heck the stuff called mind situated. അയാളൊരു പുസ്തകമുണ്ട്, worth reading by anything, No Man Alone. അയാൾ മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് തീർത്തു. Published after his death, posthumous, No Man Alone. എനിക്ക് തോന്നുന്നു the only copy of No Man Alone available should be with me here, at least in this part of the world, in Kerala. സർ, അടുത്തത് ഒരു കുറച്ചുകൂടെ സില്ലി ആയിട്ടുള്ളൊരു സംശയമാണ്. അതായത് സാർ നേരത്തെ ബ്രെയിൻ ടേക്കിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു. ബ്രെയിൻ ഹാസ് ഗോട്ട് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അതായത് ഈ ഇൻഡിവിജ്വലിന്റെ ഒരു കോൺഷ്യസ്നസ് അല്ലാതെ ഡസ് ദ ബ്രെയിൻ ടേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻ? സത്യമായ ഉത്തരം എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഈ ചങ്ങാതി പെൻഫീൽഡ് എന്നാണ് അയാളുടെ പേര്. അയാൾ കൊണ്ടുവന്നൊരു തിയറി, ഇയാൾ മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ എന്തുകൊണ്ട് കാണുന്നു എന്ന്. മുമ്പ് വിചാരിച്ചിരുന്നത്
ഈ കണ്ടതെല്ലാം ഓക്സിപിറ്റൽ ലോബിലെ V1 ഏരിയയിൽ ചെന്ന് അത് ഏതാണ്ട് ഒരു സ്ക്രീൻ പോലെയായി, അതിലെ ചിത്രങ്ങളുണ്ടായി. അടുത്ത ചോദ്യം, ആ ചിത്രങ്ങളുണ്ടായാൽ പോലല്ലോ ആരെങ്കിലും കാണണ്ടേ? അതിന് ഈ ചങ്ങാതി പെൻഫീൽഡ് പറഞ്ഞൊരു സാധനം, ഹോമങ്കുലസ് എന്നൊരു സാധനം, നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചു മനുഷ്യൻ. കോൺസെപ്റ്റ് അഗെയിൻ നിങ്ങളുടെ വൈദ്യം തന്നെ, അന്തർയാമി അകത്ത്. ഇത് കൊണ്ടേ പറഞ്ഞു വെച്ചാണ് ഇപ്പോഴും ഇയാൾ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു അന്തർയാമിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് ഡിസെക്ട് ചെയ്ത് നോക്കിയിട്ടും ഇത് കാണുന്ന ഒന്നാണ് വൈപ്പ്. ബട്ട് ദ തിങ് ഈസ് ബ്രെയിൻ ഓഫ് ഇറ്റ്സ് ഓൺ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് തന്നെയാണ് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ മുന്നറിവ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി രണ്ടും കൂടി ചേർന്ന ഒരു പരിപാടി. അഗെയിൻ എൻ്റെ ലക്കുണ്ട് ഈ സ്റ്റഡീസ് ഒരുപാട് ചെയ്തത് യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ശ്രീമതി ഉണ്ടായിരുന്നു, പെട്രീഷ്യ എന്നാണ് അവരുടെ പേര്, മുഴുവൻ പേര് പെട്രീഷ്യ ഗോൾഡ്മാൻ റാക്കിക് എന്നാണ്. This lady died of a car accident at the age of 60 or so, just in front of the Yale University. അവർ ഫുൾട്ടൺ എന്നൊരാളുടെ റിസർച്ചുകൾ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അവർ പറഞ്ഞു വെച്ച പലതും ഇന്നും അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ ശകലം പാട്. ഇവർ പറഞ്ഞത്, അവർ പറഞ്ഞ ഒരു വഷളായൊരു സാധനം, ഇടയ്ക്കത് പറയാതിരുന്ന എനിക്കൊരു സുഖമില്ല, അതുകൊണ്ട് പറയുന്നു. നമ്മൾ ഈ പ്രസൻറ്റ് എന്ന് പറയുന്ന സാധനം, വർത്തമാനം, ഈ സെക്കൻഡ്, അക്കോർഡിംഗ് ടു പെട്രീഷ്യ, അക്കോർഡിംഗ് ടു ന്യൂറോഫിസിയോളജി, ഇറ്റ് ഈസ് ഫാസ്റ്റ്. കാര്യം എൻ്റെ വായിൽ നിന്ന് ഒരു വാക്കങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻസറി ഇമ്പൾസസ് ഇത് അപ്ലോഡ് ചെയ്ത് അത് ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് തരുന്നതിനുള്ള താമസം ഒരു 200-300 മില്ലി സെക്കൻഡാണ്. അതായത് നിങ്ങൾ കേട്ടത് ഫാസ്റ്റാണ്, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഊഹിക്കാൻ പറ്റും. അതാണ് അടുത്ത തമാശ. അവിടെയാണ് പെട്രീഷ്യ പറഞ്ഞത്. അതായത് ദ ഫ്രോണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിൻ ഡിസൈഡ്സ് what is the next word which is likely to come from me, the next person. Will you believe? ഇയാൾ വിചാരിക്കുന്ന സാധനം എൻ്റെ മനസ്സിൽ കൂടി അറിയാതെ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? യെസ്, പറ്റും. ഇറ്റ് ഇസ് കോൾഡ് തിയറി ഓഫ് മൈൻഡ്. അതായത് എമ്പതി എല്ലാം കൂടിയ കാര്യം. ദ തിങ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മിറർ ന്യൂറോൺസ് ചുറ്റും നടക്കുന്ന എല്ലാം മിറർ ന്യൂറോൺസാണ് ഹ്യൂമൻ ബ്രെയിനിൻ്റെ, അതായത് ഹോമോസേപ്പിയൻസിൻ്റെ സകല ബ്രെയിൻ ഡെവലപ്മെൻറ്റെയും ആധാരശില. പണ്ട് എന്താണ് ഹോമോ നിയാൻഡർതാലിസിനോ അവനൊക്കെ കൂവി തന്നെ, അല്ലെ നമ്മുടെ സേപ്പിയൻസ് തന്നെ, അതിലൊരുത്തൻ എവിടെയെങ്കിലും നിന്ന് ഒന്ന് കൂവി തന്നെ ആ കൂവൽ നമ്മൾ അനുകരിക്കണമെന്നുണ്ടെങ്കിൽ, ആ കൂവിയതുപോലെ കൂവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യണം. ദാറ്റ് അൾട്ടിമേറ്റ്ലി ഡെവലപ്പ് ഇൻ ടു എ ലാംഗ്വേജ്. എന്ത് പറയുന്നു? സത്യമാണ്. The mirror neuron is the basic of all the developmental processes of the brain. ഇതാണ് V.S. രാമചന്ദ്രൻ ചെയ്തത്. രാമചന്ദ്രനെ ഞാനാണ് ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിക്കോസ് മെയിൻ സ്ട്രീം ന്യൂറോളജിയിൽ
ഈ ന്യൂറോ സൈക്യാട്രിക്കാരെ ഒന്നും ഞങ്ങൾ കൊണ്ടുവരാറില്ല. ഒരു സോർട്ട് ഓഫ് എല്ലാ ഇതിനകത്തും ഓരോരോ ഇതുണ്ടല്ലോ, സ്ട്രാറ്റ ഉണ്ടല്ലോ. ഞാൻ ഗണപതി എടുത്ത് പറഞ്ഞാൽ വിളിച്ചുണ്ടോ കൊണ്ടുവരാം. അപ്പം എനിക്ക് എൻ്റെ കണ്ടംപററീസ്, എൻ്റെ സീനിയേഴ്സിൻ്റെ നിന്നൊക്കെ അസൽ വഴക്ക് കിട്ടി. ഇയാൾ സൈക്യാട്രിക്കാരനെ, ന്യൂറോ സൈക്യാട്രിക്കാരനെ എല്ലാം എന്തോ ഞങ്ങളുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ കേൾക്കണം. ഫലം രാമചന്ദ്രൻ വന്നു. രാമചന്ദ്രന് ഞാൻ 1 മണിക്കൂർ കൊടുത്തു. ഐ വാസ് ഷെയറിങ് ദ സെഷൻ. ബിലീവ് മീ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എവർ ഒറേഷൻ എവർ ഡൺ ഇൻ NSI. അത് സംസാരം മാത്രമല്ല, അത് റിയൽ ഡാൻസ്, അത് റിയൽ എന്താണ്, യു ആർ ലിഫ്റ്റഡ് അപ്പ് ഫ്രം യുവർ മോഷൻ. ഭയങ്കര കഴിവാണ് അവന്, ഭയങ്കര കഴിവ്. ദൈവം തമ്പുരാൻ ഭയങ്കര കുറുവലാണ്. ഹി ഈസ് നോക്ക് ഡൗൺ. ഒരു അദ്ദേഹത്തിന് ഇപ്പോൾ ഒട്ടും സംസാരിക്കാനും വയ്യാതെ പ്രശ്നമായി. ഏതാ പറയുക, ഓരോ ജീവിതങ്ങൾ. ഡോക്ടർ ഇപ്പോൾ മൈൻഡിനെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ മൈൻഡിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഈ സോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഐ വിഷ് ഐ നോ. ഇതെല്ലാം ഇതിൻ്റെ കണക്കിലാണ്. നോക്കൂട്ടി, ഞാൻ ആരും കെയർ ചെയ്യില്ല എന്ന്. ബട്ട് ദെൻ പീപ്പിൾ ഡിഡ്. ഒരുപാട് പറയേണ്ടി വരും. ഇയാൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല സൗകര്യമുണ്ടെങ്കിൽ, തോന്നുകയാണെങ്കിൽ ഐ വിൽ സജസ്റ്റ്. ഞാൻ എന്ന ഭാവം മെനക്കെട്ട് എഴുതിയാണ്. 8-10 കൊല്ലം മെനക്കെട്ടിരുന്ന് എഴുതിയാണ്. ഇത് നോട്ട് പൈങ്കിളി പുസ്തകമേ അല്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യു വോണ്ട് ബിലീവ്, അമ്മാതിരിയുള്ള മലയാളികൾക്ക് 1.5 കൊല്ലം കൊണ്ട് 5 എഡിഷൻ എന്ന് വെച്ചാൽ മോശമല്ലാത്തൊരു ഇതാണ്. നല്ല വിലയുണ്ട്, നല്ല വലിപ്പമുള്ള പുസ്തകമാണ് ഞാൻ എന്ന ഭാവം. വാട്ട് ഐ ട്രൈ ടു സ്റ്റാർട്ട് വാസ്, നിങ്ങളെ ചോദ്യം, ദ ഫീലിംഗ് ഓഫ് സെൽഫ്ഹുഡ്. അത് 3500 മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇതുവരെയുള്ള ആ ഒരു കഥ. ഞാൻ എന്ന ഭാവം. ഞാൻ ഒരു മനുഷ്യൻ കെയർ ചെയ്യില്ല എന്നാണ് കരുതി. ഐ എം ഹാപ്പി ദറ്റ് പീപ്പിൾ ഡിഡ് കെയർ. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവര് ഉള്ളിൽ കോൺഷ്യസ് ആണോ? അവരറിയുന്നുണ്ടോ ചുറ്റും എന്താ നടക്കുന്നതെന്ന്? ഇല്ല, 2 തരത്തിലും വരാം. ദർ ഈസ് സച്ച് എ തിങ്. നിങ്ങൾ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റേജ് ഒരു മിനിമലി കോൺഷ്യസ് സ്റ്റേറ്റ്. 2, ഇതിനെയൊക്കെക്കാളും കഷ്ടം അനങ്ങാൻ വയ്യാതെ, ഒരു ശരീരത്തിലെ ഒരു മസിൽ പോലും പ്രവർത്തിക്കാതെ കിടക്കുന്ന അൺകോൺഷ്യസ് എന്ന് പൊതുവിൽ പറയാവുന്ന പക്ഷേ കോൺഷ്യസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ദിസ് ഇസ് കോൾഡ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. അതായത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു കേടുണ്ടാകുകയാണെങ്കിൽ they are unable to move a single muscle of the body excepting those of the eyes. And ഇത് ആദ്യം പറഞ്ഞത് അഗെയിൻ ഒരു റൈറ്ററാണ്, അലക്സാണ്ടർ ദൂമാസ്. പുസ്തകം ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. അതിൽ 120-130 കൊല്ലത്തിന് മുമ്പ് ആശാൻ അടിച്ചുവിട്ട സാധനം ഇയാൾ കണ്ണുകൊണ്ട് മാത്രം കൊച്ചുമകളോട് വർത്തമാനം പറയുന്ന ഒരു ആളെ വെച്ചിട്ടുണ്ട്. അത് കഥയായിട്ട് വെക്കുകയാണെങ്കിൽ അല്ല, ഞങ്ങൾ കാണുന്നതാണ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. പക്ഷെ അതുകൊണ്ട് കഥ എഴുതിയ ഒരാളുടെ സാധനം ഞങ്ങൾ ആദ്യം കാണുകയാണ്. പുസ്തകം ദ ഡൈവിംഗ് ബെൽ ആൻഡ് ദ ബട്ടർഫ്ലൈ, ഡൊമിനിക് ബോബി. ഈ ജീനിയസ് അതിനെക്കുറിച്ച് ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതുപോലെ ഒരു ഡോക്ടറിനെ പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടികൾ അവർ 7 വയസ്സ് വരെ എല്ലാവരും ജീനിയസ് ആണ്. എൻ്റെ പെറ്റീമാണ്. അതെ, അതിനകത്തൊരു ഡൗട്ട് ചോദിക്കുന്നത്, എനിക്ക് തോന്നിയൊരു ഡൗട്ട്, അത് ഞാൻ സാറിന് നേരത്തെ പറഞ്ഞതിനകത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്. അപ്പം ഈ 7 വയസ്സ് വരെ
അവർക്ക് ധാരാളം ഇൻപുട്ട് കൊടുക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് കൊടുത്ത് അവരെ കശാപ്പാക്കിയാലും വേണ്ടില്ല, കൊടുക്കുക. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഓരോ ന്യൂറോണിനും 2500 സിനാപ്സേ ഉള്ളൂ. കുഞ്ഞ് വളർന്നു വരുന്നതോടൊപ്പം ഒരു 7 വയസ്സ് വരെ 15,000 സിനാപ്സസോളം വരും. ഈ 15,000 7 വയസ്സ് കഴിയുമ്പോൾ കുറഞ്ഞ് നമ്മളെപ്പോലുള്ള ബിക്കറി ലെവലിൽ വരുമ്പോൾ 7,000 ആകും. അതായത് ഏത് കുഞ്ഞും സോറി എന്ന് വെച്ചാൽ തീരെ വഷളായിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത് എന്താ, എല്ലാ കുഞ്ഞും പഠിപ്പിക്കുക. പറഞ്ഞപ്പോൾ ഡോക്ടർ, ഈ ബ്രെയിനിന്റെ ജെൻഡർ എങ്ങനെയാണ്? ജെൻഡർ ഉണ്ടോ ബ്രെയിൻ? ഉണ്ട്, ബ്രെയിനിന് ജെൻഡർ ഉണ്ട്. ഒരുപാട് പറയണം. ഈ എഡ്യൂക്കേഷൻ രീതികൾ ഇപ്പൊ വേറെ വ്യത്യസ്ത രീതിയിലാണ്. അതാണ് ഞാൻ എല്ലാം പറഞ്ഞ കുഴപ്പം. അതായത് ഇപ്പോൾ പഠിക്കുകയേ വേണ്ട, മലയാളം അതിന് അക്ഷരമാല പോലും പഠിക്കാതെ MA എടുക്കാം, PhD എടുക്കാം എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പഠിക്കണം, പഠിപ്പിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുണ്ടോ? ഇല്ലല്ലോ. എന്നാ പഠിപ്പിക്കുക. ഇറലവൻ്റ് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത്. ദേ ആർ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ഒരു തർക്കവും പറയണ്ട, ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ഞാൻ ഇന്നും മിസ് ചെയ്യുന്ന ഒരു സാധനം, എൻ്റെ മോള് കൃത്യം 25 കൊല്ലം കഴിഞ്ഞ് തന്നെ എൻ്റെ അതേ കോളേജിൽ പഠിക്കാൻ കയറിയവളാണ്. ഞാൻ ഇന്നും മിസ് ചെയ്യുന്ന സാധനം, ഞങ്ങൾ ഒരുമിച്ചാണ് കാറിൽ പോകുന്നത്. രാവിലെ ഞാൻ അവളെ കൊണ്ട് വിട്ടേച്ചേ പോവുള്ളൂ. അച്ഛൻ ചെയ്ത ടെക്നിക്ക് ഞാനും ചെയ്യുകയായിരുന്നു. ഇവിടുന്ന് കയറുമ്പോൾ ഏതെങ്കിലും ഒരു കവിത ചൊല്ലി തുടങ്ങും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചൊല്ലിത്തീരും, അർത്ഥവും പറഞ്ഞു കൊടുക്കും, അവളും പഠിക്കും. ഷീസ് നൗ എ ഗ്ലോബ് ട്രോട്ടർ. ഷീസ് എ പ്രൊഫസർ ഓഫ് മെഡിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എൻ്റെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻ എ വെരി ഗുഡ് ഹോസ്പിറ്റൽ. ആൻഡ് ഷീ ഗോസ് ഓൾ റൗണ്ട് ദ വേൾഡ്. ഞാൻ ഇവിടെയൊക്കെ പോകുന്നതിൻ്റെ 10 ഇരട്ടിയോൾ പോകുന്നുണ്ട്. ദാറ്റ്സ് പഠിപ്പിക്കുക. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ കോർ. വാട്ട് വി ആർ, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് വയ്ക്കുക. നമുക്ക് കിട്ടിയത് പുണ്യജന്മങ്ങളാണ്. പുണ്യം തന്നെയാക്കുക. ചൈൽഡ്ഹുഡ് കടുപ്പമാക്കണോ? ചൈൽഡ്ഹുഡ് കടുപ്പമാക്കണോ, ബുദ്ധിമുട്ടാക്കണോ? അത് കടുപ്പമാണ്, കടുപ്പം തന്നെ. ഞാൻ 3.5 വയസ്സ് സംസ്കൃതം പഠിച്ചു തുടങ്ങിയ അത് ഇത്രയും ദോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗുണം എന്തൊക്കെയായിരുന്നു? സംസ്കൃതം പഠിച്ചതിൻ്റെ ഗുണം എന്തൊക്കെയായിരുന്നു? അത് പറഞ്ഞ ഞാൻ വേറെ വല്ലതും നോക്കണം. അതിന് ഗുണമേ ഉള്ളൂ കുട്ടി. ഒന്ന്, വാക്കുകളുടെ സമൃദ്ധി. എൻ്റെ ഇപ്പോഴത്തെ ഒരു പുസ്തകം ലൈക്ക് ടു കം ഔട്ട് ഈ മാസം വരേണ്ടതാണ്. അവർക്കുള്ള പ്രശ്നം, അവർക്കുള്ള പ്രശ്നം വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ അസാധാരണമായിട്ട് അവർക്ക് തോന്നി. എൻ്റെ എല്ലാം ചുമപ്പാക്കി വിട്ടു. പ്രൂഫ് റീഡ് ചെയ്യാൻ വന്നിരുന്നേ അവർക്കൊരു സംശയം, ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ എന്നുള്ള മട്ടില്ല. ഞാനത് പിന്നെ രണ്ടാമത് ഒരുപോലെ അത് വായിക്കേണ്ടി വന്നു, എനിക്ക് തെറ്റിയതാണോ എന്നറിയാനും വേണ്ടി.